ഹായ് കൂട്ടുകാരെ, കുറേ നാളായില്ലേ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് ബിരിയാണിയിൽ തുടങ്ങുന്ന വീഡിയോ ഒന്നുമല്ല, അതോർത്ത് ആരും പേടിക്കേണ്ട. ബിരിയാണി ഇത്തിരി കാണിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. ബിരിയാണി ഇപ്പോൾ ഉണ്ടാക്കാൻ ഒരുവിധം എല്ലാവർക്കും അറിയാമല്ലോ. അറിയാത്തവർക്ക് യൂട്യൂബ് നോക്കി ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ അതിനെക്കുറിച്ചൊന്നുമല്ല ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. ഇത് ഞങ്ങളുടെ ഒരു ഈവനിങ് റൊട്ടീൻ, അതായത് പിള്ളേർ പഠിക്കുന്നത്, വിളക്ക് കത്തിക്കണത്, ഇടയിൽ നടക്കുന്ന സംഭവങ്ങൾ, അതൊക്കെ ഒരു വീഡിയോ ഇടാമെന്ന് ഓർത്തു. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ എടുത്തത് കട്ട് ചെയ്തും പിടിച്ചുമൊക്കെ വന്നപ്പോഴത്തേന് അത് തീരെ ഷോർട്ടായിപ്പോയി. അപ്പോൾ ഞാനത് പറഞ്ഞിട്ടുണ്ടായി. അത് പിന്നെ ഞാൻ ഷോർട്സിൽ കളയാൻ തോന്നിയില്ല, ഷോർട്സിൽ ഞാൻ ഇട്ടുമെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായി. പിന്നെ അതുമല്ല, ഞങ്ങളുടെ വീഡിയോസൊക്കെ കാണുന്നത് കുറവാണ് എല്ലാവരും. ഇതൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങൾക്ക് വേണ്ട കമൻറ്റുകൾ, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റിലൊക്കെ പറഞ്ഞു തരണം, ഒക്കെ ചെയ്യാട്ടോ. അപ്പം പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, ഒരു ഫിഷ് ബിരിയാണിയിൽ ഇന്നത്തെ വീഡിയോ തുടങ്ങാമെന്ന് ഓർത്തു. ചിക്കനൊക്കെ ഏത് നേരം വാങ്ങിച്ചു കൊടുക്കണേലും നല്ലത് ഫിഷാണല്ലോ എന്നോർത്ത് ഞാൻ ഫിഷ് ബിരിയാണിയിൽ പിടിച്ചു. ബിരിയാണി വയ്ക്കുമ്പോൾ വേറൊരു ഗുണമുണ്ട്, നമ്മുടെ പണികൾ വേഗം തീരുകയും ചെയ്യും. ചോറാവുമ്പം ചോറ് വയ്ക്കണം, കറികൾ വയ്ക്കണം, പണികൾ ഇത്തിരി സമയം ഇത്തിരി നീണ്ടു പോകും. ഇതാവുമ്പോൾ വേഗം പണികൾ തീരും. പിന്നെ ഹെൽപ്പ് ചെയ്യാൻ എനിക്കിവിടെ ഹെൽപ്പേഴ്സും ഉണ്ടായി. വൈകുന്നേരം സ്കൂൾ വിട്ട് വന്ന് അവർക്കുള്ള വൈകുന്നേരത്തെ സ്നാക്സൊക്കെ കൊടുത്തതിന് ശേഷമാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ നിന്നത്. അത് കഴിഞ്ഞ് അതൊക്കെ ഏകദേശം കറികൾ വേറെയും അരി വേവിച്ചും വെച്ചതിന് ശേഷം ഞാൻ കുളിക്കാനൊക്കെ പോയി. അത് കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ചു. അത് കഴിഞ്ഞ് വിളക്കെടുത്ത് വെച്ചതിന് ശേഷമാണ് പിന്നെ അത് ദമ്മിട്ടതൊക്കെ കേട്ടോ. അതിൻ്റെ ഇടയിൽ ദമ്മിട്ട് വെച്ചിട്ട് ചൂടാക്കാൻ നിന്നില്ല, കാരണം ഞങ്ങളൊന്ന് പുറത്തേക്ക് പോയി. വേറെ ഒന്നുമല്ല, 2-3 ആഴ്ചയായിട്ട് പിള്ളേരെങ്ങും പോകാതെ ഇങ്ങനെ വീട്ടിലിരിക്കുന്ന കാരണം അവർക്ക് ബോറടിക്കണ്ടല്ലോ എന്നോർത്ത് ഇവിടെ അടുത്ത് ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോണതാണ്. അപ്പോൾ സൈക്കിളൊക്കെ ചവിട്ടിയാണ് പോണേ. ഇതാണ് കേട്ടോ. അപ്പോൾ നയനയുടെ അടുത്ത് ചെന്നു. മെയിനായിട്ട് ചെന്നത് നയനേനെ കാണാനല്ല, അതേ ഈ കുരുപ്പിനെ, കുഞ്ഞു കുരുപ്പ്, ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ചെറിയ കുരുപ്പാണ് കേട്ടോ ഇവൻ. ജിംബ്രു എന്നൊന്നുമില്ല കേട്ടോ അവൻ്റെ പേര്. അവൻ ഇത് വലുതായി കഴിഞ്ഞ് കേട്ട് കഴിഞ്ഞാൽ എന്നെ തല്ലിക്കൊല്ലും, ദൈവമേ. സിയാൻ എന്നും കണ്ടാണ് കേട്ടോ അവൻ്റെ പേര്. അപ്പോൾ അവനെ കാണാൻ പോയതാണ്. അവൻ്റെ കൂടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് പിള്ളേരൊക്കെ പഠിക്കാനിരുന്ന നേരത്ത് ഞാൻ മുമ്പേ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ബിരിയാണി ഒന്നും കൂടി ഒന്ന് ദമ്മാക്കാൻ വെച്ചു. ദമ്മെന്ന് പറയുമ്പോൾ വലിയ ദമ്മുകളൊന്നുമല്ല, ഒന്നും കൂടി ഒന്ന് ആവി കയറ്റുക, അത്രയേ ഉള്ളൂ. പിന്നെ സാലഡ് ഉണ്ടാക്കി, പപ്പടം ഉണ്ടാക്കി. പിന്നെ ഞാനും പിള്ളേരും കൂടെ ഒന്നിച്ചിരുന്നു ഫുഡ് കഴിച്ചു. ടി വിയൊക്കെ കണ്ടുകൊണ്ടിരുന്ന് ഫുഡ് കഴിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു പരിപാടിയാണ്. ഞങ്ങളുടെ അല്ല, പിള്ളേരുടെ ഒരു പരിപാടിയാണ്. അവന്മാർക്ക് ഇങ്ങനെ ടി വി ഓൺ ചെയ്ത് വെക്കണം. പിന്നെ ജിംബ്രൂവിന് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തപ്പോഴത്തേക്കിന് ഇവന്മാർക്കും ഞാൻ ഓരോ കുഞ്ഞ് കോൺ വാങ്ങിച്ചിട്ടുണ്ടായി. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കോണൊക്കെ കഴിച്ച് പിന്നെയും കുറച്ച് നേരമൊക്കെ ഇരുന്ന് പഠിച്ച് അത് കഴിഞ്ഞ് ഒരു 10-10:30 ആകുമ്പോഴാണ് ഉറങ്ങാൻ കിടക്കാറ്. ഉറങ്ങാൻ പോവാന്ന് പറയുന്ന നേരത്തെ അവന്മാർക്ക് എന്തെങ്കിലുമൊക്കെ സൈൻ ചെയ്യാനോ അല്ലെങ്കിൽ പിറ്റത്തെ സ്കൂളിലേക്കുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അപ്പോഴേ അവന്മാർക്ക് ഓർമ്മ വരും. അപ്പം പരീക്ഷ പേപ്പർ കിട്ടിയതൊക്കെ സൈൻ ചെയ്ത് തന്നെയാണ്. അപ്പം ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ അവരോട് പറയണതാണ്. കുറച്ചും കൂടിയൊക്കെ മാർക്ക് വാങ്ങുക, 10 അല്ലേ എന്ന് പറയാം. പിന്നെ ഞങ്ങൾ കിടന്നുറങ്ങി. പിറ്റേ ദിവസം എണീറ്റ് രാവിലത്തെ തിരക്കും കാര്യങ്ങളുമൊക്കെ, അതായത് പിള്ളേരെ വിടണമല്ലോ, അവരെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്ന തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ രാവിലത്തെ സ്നാക്സ് അല്ല, രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഒക്കെ പറഞ്ഞ് എല്ലാവരും ഓട്ടമാണ്. പിന്നെ ഇവർ പോയി കഴിഞ്ഞാണ് ബാക്കിയുള്ള പരിപാടികളൊക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സി യു.